ബ്ലെസ്സിങ് ടുഡേയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ വലിയൊരു അഭിമാനമുണ്ട്. ഓരോ ദിവസവും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ കർത്താവ് ചെയ്യുന്ന വിടുതലുകൾ, അനുഗ്രഹങ്ങൾ, അതിൻ്റെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ യേശു കർത്താവിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷവും അപ്പോൾ തന്നെ അഭിമാനവുമുണ്ട്. അപ്പോൾ തന്നെ ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമുക്ക് അനുഗ്രഹമായി തീർന്ന ചിലർക്ക് വേണ്ടി നമ്മളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. 4ഓളം വ്യക്തികളുണ്ട്. പുനലൂരിൽ നിന്ന് വിവേക് ആർ കൃഷ്ണൻ ആൻഡ് വൈഷ്ണവി ആർ കൃഷ്ണൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, ഗ്രാഫിക് ഡിസൈനർ എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ലൊരു ജോലി ലഭിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. വൈഷ്ണവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, CA ഏറ്റവും മനോഹരമായി പാസ്സാകുവാൻ, അപ്പോൾ തന്നെ കർത്താവെ, തലവേദനയിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യമുണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. രണ്ടാമതായിട്ട് വെണ്ണലയിൽ നിന്ന് അലക്സാണ്ടർ ആൻഡ് ഫിലോമിന, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ ഈ പ്രായത്തിൽ കർത്താവെ ഏറ്റവും സമാധാനപരമായ ഒരു ജീവിതം നീ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പോൾ തന്നെ കർത്താവ് അവരുടെ ജീവിതത്തിൽ മറ്റു കാര്യങ്ങളെല്ലാം നിവർത്തിക്കുവാൻ കർത്താവെ അവർക്ക് ചില സഹായികളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവെ. അപ്പോൾ തന്നെ കർത്താവ് തിരുവനന്തപുരത്ത് നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകന് വേണ്ടി, മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവികമായ വിടുതൽ, അനുഗ്രഹം അവരുടെ കുടുംബ ജീവിതത്തിൽ വന്നു ചേരട്ടെ. ദൈവികമായ ഒരു സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനമായി നെരൂളിൽ നിന്നുള്ള റിജോ ഡാനിയൽ ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, ഒരു നല്ല റിസൾട്ട് 10ാം ക്ലാസ്സിൽ തനിക്ക് ലഭിക്കുവാനും നല്ലൊരു വിദ്യാഭ്യാസം തനിക്കുണ്ടാകുവാനുമായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഇവരെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്ന് ഈ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിൻ്റെ പിന്നിൽ ഒരു അനുഗ്രഹമായി തീർന്നതിന് ഞങ്ങളെല്ലാവരും ബ്ലെസ്സിങ് ടുഡേയുടെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഒക്ടോബർ 30 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, പുളിമൂട്, മാവേലിക്കര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അമരവിള ഒക്ടോബർ 31 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദേവിക ഓഡിറ്റോറിയം, അമരവിള ചെക്ക് പോസ്റ്റിന് സമീപം, അമരവിള. മകൻ്റെ പേര് സുനിൽ എന്നാണ്. സുൽത്താൻ ബത്തേരി എന്നാണ് വരുന്നത്. 2012 ആദ്യമായിട്ട് ഈ മകൻ്റെ വൈഫ് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് വരുന്നത്. അന്ന് സുനിൽ നാട്ടിലില്ല, ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. ഇതിനിടയിൽ കുറച്ച് പണം ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ബാങ്കിൽ നിന്ന്. ലോണും കൂടി തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ കടം വന്നു പെരുകി. ഒരു ജോലി അന്വേഷിച്ച് കർണാടകയിൽ പോയി. വീട്ടിലാണെങ്കിൽ ആകെ പ്രശ്നം. ഈ സമയത്തായിരുന്നു സുൽത്താൻ ബത്തേരിയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഭാര്യ ഓഡീസ് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് വന്നു. അന്ന് അവൾ പ്രാർത്ഥനയെല്ലാം കേട്ടു, എല്ലാം പങ്കെടുത്തതിന് ശേഷം വിശ്വാസത്താൽ അവൾ ഒരു സ്പോൺസർഷിപ്പ് ഫോം മേടിച്ച് തിരിച്ചു വീട്ടിൽ പോയി. അന്ന് 2012 അതെ, 1 രൂപ പോലും കയ്യിലില്ല. പക്ഷെ വിശ്വാസത്താൽ അവൾ ഫോം മേടിച്ച് വീട്ടിൽ പോയി. അതിനുശേഷം വീണ്ടും അവിടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒരു ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ട് വരിക. ഭാര്യ ഇദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു, എന്ത് തന്നെയാണെങ്കിലും കർണാടകത്തിൽ നിന്ന് ഇവിടെ വരണം, ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കണമെന്ന്. അടുത്ത ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ. അങ്ങനെ അവളുടെ ആഗ്രഹവും ഇവരുടെ പ്രശ്നവും പ്രയാസവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കർണാടകത്തിൽ നിന്ന് വന്നു. ഭാര്യ പറഞ്ഞതനുസരിച്ച് വന്നു. ഭർത്താവ് ഇതുപോലെ എല്ലാവരും അനുസരിക്കണം, ഭാര്യമാര് പറയുന്നത്. എന്ത് സംഭവിച്ചു? അങ്ങനെ വീണ്ടും രണ്ടാമത് നടന്ന സുൽത്താൻ ബത്തേരിയിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പങ്കെടുത്തു. അന്ന് വിശ്വാസത്താൽ ആ സ്പോൺസർഷിപ്പ് ഫോമിൽ ഇവരൊരു തുക എഴുതി. കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. ആ തുക എഴുതിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പണം ലഭിച്ചാൽ ഉടനെ ഈ പണം ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചർച്ചിന്റെ റിനോവേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ നൽകുമെന്ന് വിശ്വാസത്തിൽ തമ്മിൽ കൈകോർത്ത് പറഞ്ഞിട്ട് റിനോവേഷന് വേണ്ടിയിട്ട് ഈ ബ്ലെസ്സിംഗ് സെന്ററിന്റെ റിനോവേഷന് വേണ്ടിയിട്ട്, എപ്പിസോഡിന് വേണ്ടിയിട്ട് അല്ല. അന്ന് തന്നെ ഡാമി ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഇവർക്ക് കടം വന്ന് പെരുകിയതുകൊണ്ട് താമസിക്കുന്ന പുരയിടം വിൽക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. കടം വന്ന വീട് വിൽക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ഈ അതിക്രമം കാണിച്ചത്. ബ്രദർ അന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കടം വീടും യേശു കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും,
നിങ്ങൾക്ക് സമൃദ്ധി വരും എന്ന് പറഞ്ഞിട്ട് വിട്ടു. ഓക്കെ. ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ ആ 4 വർഷമായിട്ട് വിൽക്കാൻ കഴിയാതിരുന്ന പുരയിടത്തിന് ഒരാൾ വന്നു. ഒരാഴ്ചക്കുള്ളില് ആള് വന്ന് പുരയിടത്തിന് അഡ്വാൻസ് കൊടുത്തു. ഓക്കെ. കിട്ടിയ തുക ആദ്യമായിട്ട് എഴുതി വെച്ച സ്പോൺസർഷിപ്പിൽ എഴുതി വെച്ച തുക ചർച്ചിന് കൊടുത്തു. ഓ, ഇപ്പോഴാണ് ക്ലിയർ ആയത്. ഓക്കെ 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 ഓക്കെ. ആ തുകയിൽ ആദ്യമായിട്ട് കൊടുത്തു. ഓക്കെ. പിന്നെ ഇവർക്കൊരു ആഗ്രഹം പെരുകി. ഇവരുടെ മക്കളുടെ ബർത്ത്ഡേ വരുന്നു, ഞങ്ങൾക്കൊരു ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യണം. അപ്പോഴും ഒന്നും ആയിട്ടില്ല. വീണ്ടും ആ തുക, വീട് വിറ്റ ആ തുകയുടെ മുഴുവൻ കാശ് കിട്ടി കഴിഞ്ഞപ്പോ അതിൽ നിന്നും TV പ്രോഗ്രാമിന് ഇവർ സ്പോൺസർ ചെയ്തു. വിറ്റ് കഴിഞ്ഞപ്പോൾ അതും കിട്ടി. TV പ്രോഗ്രാം സ്പോൺസർ ചെയ്തു. ആദ്യം റെനോവേഷൻ കൊടുത്തു, പിന്നീട് TV പ്രോഗ്രാമിന് കൊടുത്തു. ഓക്കെ. അതിനുശേഷം ഈ മകന് ജോലിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പെറ്റ് ഫാം ഈ മകൻ ഇപ്പൊ നടത്തുകയാണ്. നല്ല രീതിയിൽ ആ ബിസിനസ് വളർന്നു വരുന്നു. അതുകൂടാതെ ആ വയനാട് ആയതുകൊണ്ടിട്ട് പാട്ടത്തിന് സ്ഥലം എടുത്ത് കൃഷി നടത്തുന്നു. കൃഷിയും തുടങ്ങി. അതിനിടയിൽ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നു. ഓ, എല്ലാ കാര്യങ്ങളിലും ഭാര്യയും സഹായിക്കുന്നുണ്ട്. കൂടെ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നു. അങ്ങനെ ബിസിനസ് സാമ്പത്തികമായിട്ട് ഞെരുങ്ങിയിരുന്ന അവസ്ഥയിൽ നിന്നും കർത്താവ് അന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞതുപോലെ നിനക്കൊരു സമൃദ്ധി തരാൻ പോകുന്നു എന്നന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ഓരോ ദിവസവും സമൃദ്ധിയിലേക്ക് നടത്താൻ തുടങ്ങിയവരെ. അങ്ങനെ ഇവർ സ്ഥിരമായിട്ട് സുൽത്താൻ ബത്തേരിയിലുള്ള ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. അനുഗ്രഹം കിട്ടിയിട്ട് പൊക്കളഞ്ഞില്ല, പള്ളിയിലേക്ക് വന്നു. ഒത്തിരി പേര് അങ്ങനെ പൊക്കളയാറുണ്ട്. പക്ഷെ യേശുവിനോട് കൂടെ ഇനിയുള്ള ആയുസ് മുഴുവൻ ജീവിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോഴാണ് അനുഗ്രഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ നടക്കുന്നത്. ഈ ബ്രദർ പറയുന്ന ഈ അനുഗ്രഹത്തിന്റെ രുചി അറിഞ്ഞപ്പോ വീണ്ടും ഞങ്ങൾക്കൊരു ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യണമെന്ന് ആഗ്രഹം വന്നു. ആ സമയത്ത് അത് സ്പോൺസർ ചെയ്യാനുള്ള അത്രയും വലിയൊരു തുക കയ്യിലില്ലായിരുന്നു. പക്ഷെ ഇതിനിടയിൽ നടത്തിയ ഒരു ബിസിനസ് ഡീലിൽ, റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്ന ഡീലിൽ പണം ഡിസംബർ 28 വരത്തുള്ളൂ. ഓക്കെ. അതിനു മുൻപ് സെപ്റ്റംബർ 26 തന്നെ ഇവരുടെ ആഗ്രഹം കർത്താവ് മാനിച്ചിട്ട് സെപ്റ്റംബർ 26 ഇവർക്ക് പണം കൊടുക്കേണ്ടുന്ന ആള് വിദേശത്തായിരുന്നു. അദ്ദേഹം വന്ന് ഇവരുടെ കയ്യിൽ സ്പോൺസറിനുള്ള പണം ഏൽപ്പിച്ചിട്ട് പോയി. ഹല്ലേലൂയ. അങ്ങനെ 2 എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്തു. നോക്കൂ, കടത്തിൽ മുങ്ങിക്കിടക്കുന്ന സമയത്താണ് തീരുമാനമെടുത്തത്. ഹല്ലേലൂയ. Today's message is titled Everything is Prepared. ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് ഇതാണ്, സകലതും ഒരുക്കപ്പെട്ടിരിക്കുന്നു. Everybody say that please. സകലതും ഒരുക്കപ്പെട്ടിരിക്കുന്നു. Everyone, everything is prepared. Everything is prepared. ചേർന്ന് പറയാമോ? സകലതും ഒരുക്കപ്പെട്ടിരിക്കുന്നു. One more time. സകലതും. If you are going to attend a circus or magic show, a drama or an event, anything, before you reach there has to be a lot of preparations. നിങ്ങൾ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു സർക്കസ്, ഒരു അത്തരത്തിലുള്ള ഒരു കാര്യം കാണുവാൻ വേണ്ടി ചെല്ലുമ്പോൾ ഓർക്കുക, നാം അവിടെ എത്തിച്ചേരുന്നതിന് മുൻപ്, ഷോ തുടങ്ങുന്നതിന് മുൻപ് സകല കാര്യങ്ങളും അവിടെ ഒരുക്കപ്പെട്ടിരിക്കും. Take the case of this blessing festival. ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കൂ. Before you came in this morning, ഇന്ന് രാവിലെ നിങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് lot of preparations were there. ഒത്തിരി ഒരുക്കങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. Even for many months back this was planned, the hall was blocked, so many preparations was done by our office. ഈ ഒത്തിരി മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഇട്ടു, ഈ ഹാൾ ബുക്ക് ചെയ്തു, ഒത്തിരി ഒരുക്കങ്ങൾ നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇതിനു വേണ്ടി ചെയ്തിരുന്നു. Our Bangalore Blessing Center BBC, they were into action. അപ്പോൾ തന്നെ നമ്മുടെ ബാംഗ്ലൂർ ബ്ലെസ്സിംഗ് സെന്റർ BBC അവരും വളരെ പ്രവർത്തന നിരതരായിരുന്നു. So many people started praying for this. ഒത്തിരി ആളുകളും ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു. Many of you even invited your friends, your relatives. ഒത്തിരി ഇതിലുള്ള നിങ്ങളിൽ പല ആളുകളും ഇതിനു വേണ്ടി നിങ്ങളുടെ കൂട്ടുകാരെ, നിങ്ങളുടെ ബന്ധുക്കളെയും വിളിച്ചു. The blessing festival team arrived here. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ടീം അതിനു വേണ്ടി ഇവിടെ നേരത്തെ എത്തിച്ചേർന്നു. They prepared everything, the sound system, the lights, cameras, everything. അവരിവിടെ വന്ന് നേരത്തെ വന്ന് സൗണ്ട് സിസ്റ്റം, ക്യാമറ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരെ ഒരുക്കി. And finally you all came. അതിനൊടുവിലാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത്. So before you showed up, so many preparations
took place here. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് ഒത്തിരി ഒരുക്കങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. In the same way, അതുപോലെ തന്നെ God does all preparations for us before we live here. ഓർക്കുക, നാം ഈ ലോകത്ത് ജീവിക്കുന്നതിന് മുൻപേ, ജീവിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ ദൈവം നമുക്ക് വേണ്ടി സകല കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. Before the first human being showed up on the planet Earth, God, the Bible says, God created the heavens and the earth. ബൈബിളിൽ നാം പഠിക്കുമ്പോൾ ആദ്യത്തെ മനുഷ്യൻ ഈ ഭൂമിയിൽ കാണപ്പെടുന്നതിന് മുൻപ് തന്നെ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചുകൊണ്ട് സകലതും അവന് വേണ്ടി ഒരുക്കിയിരുന്നു. According to the order given in the scriptures, what we understand is that God first created the heavens and then he created the earth. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ക്രമത്തെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലാകും, ദൈവം ആദ്യം ആകാശത്തെ സൃഷ്ടിച്ചു, അതിനുശേഷം അവൻ ഭൂമിയെ സൃഷ്ടിച്ചു. The first verse of the Bible, the opening verse is like this, Genesis chapter 1 and verse number 1. In the beginning, God created the heavens and the earth. ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ആരംഭ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ആദിയിൽ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു. So if you watch closely, you will understand that the heaven is mentioned in plural, not in singular. നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ആ വാക്കുകളെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വർഗങ്ങൾ എന്നാണ് കാണുന്നത്. അത് ബഹുവചനത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. And if you read further, you will understand that there are more than one heaven. നാം കൂടുതൽ അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം സ്വർഗങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Minimum there are 3 heavens. കുറഞ്ഞ പക്ഷം 3 സ്വർഗങ്ങൾ ഉണ്ട്. The third heaven is the place where God is seated, where we have the throne of God. മൂന്നാമത്തെ സ്വർഗത്തിലാണ് ദൈവം ഉപവിഷ്ടനായിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ സിംഹാസനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. And the first heaven is what we call the sky. ഒന്നാമത്തെ സ്വർഗത്തെ നാം വിളിക്കുന്നതാണ് ആകാശം. And when we look up, we see a lot of stars, planets. നാം ആ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഗ്രഹങ്ങളെയും അതുപോലെ നക്ഷത്രങ്ങളെയും കാണാൻ സാധിക്കുന്നു. And between the third heaven and the first heaven, there is one thing called an intermediate heaven, ഇപ്പോൾ a mid heaven or as the second heaven. ഒന്നാമത്തെയും മൂന്നാമത്തെയും ഈ സ്വർഗ്ഗങ്ങളുടെ ഇടയിൽ ഒരു രണ്ടാം ഭാഗമായിട്ട് ഉള്ള ഒരു ഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. So in the third heaven, God is enthroned. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ സ്വർഗ്ഗത്തിലാണ് ദൈവം ഉപവിഷ്ടനായിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്നത്. And 1,000 upon 1,000 angels are serving him. എന്ന് മാത്രമല്ല ആയിരക്കണക്കിന് മാലാഖമാർ അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Meaning there are different levels of heaven. അതിന്റെ അർത്ഥം സ്വർഗ്ഗത്തിന് പല തലങ്ങളുണ്ട്. And then he created the earth. അതിനുശേഷം നാം വായിക്കുന്നു അവൻ ഭൂമിയെ സൃഷ്ടിച്ചു. And that narration is given in Genesis chapter 1. ആ ഒരു കാര്യം നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. God created the light. ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചു. God created waters. ദൈവം വെള്ളത്തെ സൃഷ്ടിച്ചു. God created the vegetation. ദൈവം സസ്യലതാദികളെ God സൃഷ്ടിച്ചു. created the trees. ദൈവം മരങ്ങളെ സൃഷ്ടിച്ചു. God created animals. അവൻ മൃഗങ്ങളെ സൃഷ്ടിച്ചു. And birds. പക്ഷികളെ. When he had created everything else, finally on the 6th day, the Lord created the man. അവൻ സകലതും സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം 6-ാമത്തെ ദിവസം ഒടുവിലായി അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. Hallelujah. Hallelujah. So what do we understand? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? Before the first couple of people were created, God set up everything for them.
ഓർക്കുക, ആദ്യത്തെ ദമ്പതികളെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ് അവൻ അവർക്ക് വേണ്ടി ഉള്ള സകല കാര്യങ്ങളെയും ആദ്യം ഒരുക്കിക്കൊണ്ട് സൃഷ്ടിക്കുകയാണ് ചെയ്തത്. One more time, please. ആദ്യ ദമ്പതികളെ ശ്രദ്ധിക്കുക, ഇത് ഈ പറയുന്ന ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യ ദമ്പതികളെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം ആദ്യം അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. Hello. That tells me that our God is a wonderful provider. അത് നമ്മെ കാണിക്കുന്നത് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. Hallelujah. Tell your neighbor, our God provides everything for us. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, നമ്മുടെ ദൈവം പറഞ്ഞേ നമുക്ക് വേണ്ടി സകലതും നേരത്തെ കരുതുന്നവനാണ്. One of the names given to God is Jehovah Jireh. ബൈബിളിൽ ദൈവത്തിന് നൽകിയിരിക്കുന്ന ഒരു പേരാണ് യഹോവ യിരേ. Meaning is the Lord Jehovah cares for us. അതിന്റെ അർത്ഥം ഇതാണ്, യഹോവയാം ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു. Hallelujah. So whether we understand it or not, God has provided everything. Physical, spiritual, mental, emotional, everything God has provided in this world. ഓർക്കുക, നാം തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ഈ ലോകത്ത് നമുക്ക് ജീവിക്കേണ്ട ഭൗതികവും ആത്മീകവുമായ എല്ലാ കാര്യങ്ങളെയും അവൻ നേരത്തെ നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നവനാണ്. Usually I say when a baby is born in a hospital, ഞാൻ സാധാരണയായി പറയുന്ന ഒരു കാര്യം, ഒരു ശിശു ഒരു ഹോസ്പിറ്റലിൽ ജനിക്കുന്നതിന് മുൻപ് the first thing the baby needs is oxygen. ആദ്യം ആ കുഞ്ഞിന് വേണ്ട കാര്യം ഓക്സിജൻ ആണ്. So after the baby is born, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ the nurses and the doctors and all the other medical crew are not running a where is oxygen for this baby. അതുകൊണ്ട് അവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടേഴ്സും നേഴ്സുമാരെല്ലാവരും എവിടെയാണ് ഈ കുഞ്ഞിന് കൊടുക്കേണ്ട ഓക്സിജൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കാറില്ല. Why? എന്തുകൊണ്ട്? We have ample supply of oxygen in the atmosphere. കാരണം ഈ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ധാരാളമായിട്ടുള്ള ഓക്സിജൻ ഉണ്ട്. Hallelujah. So this is how God works in our lives. ഇങ്ങനെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. Then the baby needs the first cloth to wear. പിന്നെ അടുത്തത് അവൾ ആ കുഞ്ഞിനെ ആദ്യമേ തന്നെ ധരിക്കേണ്ട വസ്ത്രമാണ്. That is only a small piece of cloth, maybe white cloth. അതൊരു കൊച്ചു കഷ്ണം വെള്ള തുണി മാത്രം. And from that time, ആ സമയം മുതൽ as the baby grows up, ആ കുഞ്ഞ് വളരുന്നതുമ്പോൾ അനുസരിച്ച് the baby needs more oxygen, more food, more milk, more clothes, so many things the baby needs. ആ കുട്ടിക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ, വസ്ത്രം, ആഹാരം, പാല്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ കുഞ്ഞിന് ആവശ്യമുണ്ട്. And finally, before the baby leaves this planet, that person, the grown-up person, needs a grave cloth. ഇനി ആ കുഞ്ഞ് വളർന്ന് വലുതായി കഴിഞ്ഞാൽ, മുതിർന്നു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് തൊട്ട് മുൻപ് പിന്നീട് ആവശ്യമുള്ളത് ചില ശവശീലകൾ മാത്രമാണ്. So between the first cloth and the grave cloth, everything else in between is supplied by the Heavenly Father. ഓർക്കുക, അതുകൊണ്ട് ജന്മ ദിവസത്തിൽ വന്ന ആ വസ്ത്രം മുതൽ അവസാന ദിവസത്തെ ആ ശവത്തിലിടുന്ന വസ്ത്രം വരെ അതിനിടയിലുള്ള സകല ആവശ്യങ്ങളും ദൈവമാണ് നിവർത്തിക്കുന്നത്. Can you say amen? എത്ര പേർ ആമേൻ പറയും? God is the supplier. ദൈവം നൽകുന്ന ദൈവമാണ്. He is the provider. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. He has cared everything for us. അവൻ നമുക്ക് വേണ്ടി സകല കാര്യങ്ങൾ കരുതുന്ന ദൈവമാണ്. But many a times we fail to see the provision of God. എന്നാൽ ഒത്തിരി സമയങ്ങളും ദൈവത്തിന്റെ കരുതലുകൾ കാണുന്നതിൽ നാം പരാജയമടയുകയാണ്. That's why we complain and murmur. അതുകൊണ്ടാണ് നാം പലപ്പോഴും പിറുപിറുക്കുന്നതും മുറുമുറുക്കുന്നതും. In the Old Testament there was a patriarch and his name was Abraham. പഴയ നിയമത്തിൽ നാം ഒരു പിതാമഹനെ കാണുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് അബ്രഹാം. And in that family there was a slave woman and that woman's name was Hagar. അവന്റെ കുടുംബത്തിൽ ഒരു അടിമ പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളുടെ പേര് ഹാഗാർ എന്നായിരുന്നു. And you know the development that happened in the family, they had no children, and Sarah the wife said you can go to Hagar and you can have children, and they had a child called Ishmael. And finally
Abraham had to send her away with her baby. അബ്രഹാമിനും സാറയ്ക്കും മക്കളില്ലാതിരുന്നപ്പോൾ തന്റെ ദാസിയായ ഹാഗാരിനെ സാറ അബ്രഹാമിന് വേണ്ടി വിട്ടുകൊടുത്തു. അബ്രഹാമിന് ഒരു മകൻ ജനിച്ചു, ഇസ്മായിൽ. എന്നാൽ പിന്നീടുള്ള പ്രശ്നങ്ങളെ നിമിത്തമായിട്ട് അബ്രഹാം ഹാഗാരിനെയും ഇസ്മായിലിനെയും തന്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കുന്ന കാര്യം നാം കാണുന്നു. Are you listening to this story? എത്ര പേര് ഈ കഥ ശ്രദ്ധിച്ചു കേട്ടു? For Hagar, life was not at all fair. ഓർക്കുക, ഹാഗാരിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതം അത്ര രസമുള്ളതായിരുന്നില്ല. Some of you sitting here, ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ, look at me please. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും, You always think that life has never been fair to me. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് ഈ ജീവിതം എനിക്ക് അത്ര രസമുള്ളതല്ലല്ലോ എന്നാണ്. Because you have been through so much mistreatment and unfair treatments, and you have always been bitter in your life. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ജീവിതത്തിൽ പല തവണ പലരിൽ നിന്നുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, കയ്പുകൾ ഒക്കെ നിങ്ങൾ അനുഭവിച്ച വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഇത് ചിന്തിക്കുന്നത്. Let me tell you one thing. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. Look here. എന്നെ ദയവായി ശ്രദ്ധിക്കാമോ? Life may not be fair to you, but God is fair. ഓർക്കുക, ജീവിതം നിങ്ങൾക്ക് അത്ര രസമുള്ളതായിരിക്കുകയില്ല, പക്ഷെ നിങ്ങളുടെ ദൈവം അതിനെ രസാവഹമാക്കുന്നവനാണ്. God will be fair with you. ദൈവം നിങ്ങളോട് ഏറ്റവും അടുത്തുള്ള സമീപസ്ഥനായ ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. Let us clap our hands and worship കൈകൾ the Lord. രണ്ടും ചേർത്തടിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാലോ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഒക്ടോബർ 30 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, പുളിമൂട്, മാവേലിക്കര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അമരവിള ഒക്ടോബർ 31 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദേവിക ഓഡിറ്റോറിയം, അമരവിള ചെക്ക് പോസ്റ്റിന് സമീപം, അമരവിള. ഇനി പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചേർന്ന് നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ, ഒരുപക്ഷെ നിങ്ങൾ ഇംഗ്ലീഷിലായിരിക്കാം, മലയാളത്തിലായിരിക്കാം, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭാഷ ഏതാണോ ആ ഭാഷയിൽ എന്നോട് ചേർന്ന് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കാരണം യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ വേഗത്തിൽ നടക്കും. അതാണ് എൻ്റെ പ്രാർത്ഥന ഡയറിയിൽ ബ്രദർ ഡാമിൻ ചിട്ടപ്പെടുത്തിയ പ്രാർത്ഥനയിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ അനുഗ്രഹങ്ങൾ കർത്താവെ ഈ സമയത്ത് ഇവരുടെ മേൽ വന്നു ചേരുവാനായി പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ള ഒത്തിരി പേരുണ്ടല്ലോ കർത്താവെ, അവരുടെ മേൽ അങ്ങയുടെ സൗഖ്യമുണ്ടാകട്ടെ. ശരീരം ഇങ്ങനെ ഉണങ്ങുന്ന ചില രോഗമുള്ള, ശരീരം ഇങ്ങനെ മെലിഞ്ഞ് മെലിഞ്ഞ് നിങ്ങൾ പോവുകയാണ്, അങ്ങനെ രോഗമുള്ള ചില വ്യക്തികൾ ഈ സമയത്ത് കർത്താവ് സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അത് സൗഖ്യമാക്കിയാണ്. അതുപോലെ ശരീരത്തിൽ ചില സ്ത്രീകൾക്കുള്ള ചില പ്രത്യേകമായ രോഗം, ഉഷ്ണരോഗം തുടങ്ങിയുള്ള ചില രോഗങ്ങൾ ഈ സമയത്ത് കർത്താവ് സൗഖ്യമാക്കിയാണ്. ഗർഭപാത്ര സംബന്ധമായ ചില പ്രത്യേകമായ രോഗങ്ങൾ ഈ സമയത്ത് കർത്താവ് ഇതാ സൗഖ്യമാകുകയാണ്. ഓവറിക്കകത്തുള്ള സിസ്റ്റ് ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ നാവിങ്ങനെ തടിച്ചിട്ടുള്ള ഒരു കുഞ്ഞിനെ കർത്താവിനെ കാണിക്കുകയാണ്. നാവ് തടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കൈവിരലുകൾ ആ കുട്ടിയുടെ നാവിൻ്റെ ഭാഗത്തേക്ക് വെക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇല്ലെങ്കിൽ ഇനി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കഴിഞ്ഞതിനായി നന്ദി പറയുന്ന കർത്താവെ. കാലിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ നീര് വരുന്ന, കിഡ്നി വൃക്കകളുടെ തകരാറ് നിമിത്തമായിട്ട് നീര് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. നിങ്ങളുടെ കാലിലെ നീര് മാത്രമല്ല, നിങ്ങളുടെ വൃക്കകൾക്കകത്തുള്ള തകരാറുകൾ കൂടെ കർത്താവ് ഇപ്പോൾ പരിഹരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി വന്നു
വന്നു ചേരട്ടെ. കുടുംബനാഥൻ ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയത് നിമിത്തമായിട്ട് ഇനി എന്തായിത്തീരും ഞങ്ങളുടെ ഭാവി എന്നോർത്ത് ഒരു സഹോദരി, നിങ്ങളുടെ ഭർത്താവ് മരിച്ചു, കുഞ്ഞുങ്ങൾ അവരെ ഇനി എങ്ങനെ വളർത്തും എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. എന്നാൽ ഓർക്കുക, യേശു നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനാണ്. നിങ്ങളുടെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരുമായിരുന്നോ അതിനേക്കാൾ ഒരു പടി കൂടെ മനോഹരമായി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശു കർത്താവിന് അത് ചെയ്തു തരാനായി സാധിക്കും. യേശുവേ, ഇപ്പോൾ ഇവരുടെ കണ്ണുനീർ തോരട്ടെ കർത്താവേ. ഇവരുടെ മുൻപിൽ പുതിയ വഴികൾ തുറന്നു വരട്ടെ. ഇവളുടെ മുൻപിൽ ജോലിക്ക് വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്നു വരട്ടെ. ഇവളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സ്പോൺസേഴ്സ് ഈ ദിവസങ്ങളിൽ ഒരുങ്ങി വരട്ടെ കർത്താവേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ ഈ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ ആരോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് നിമിത്തമായി ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, ഇപ്പോൾ തന്നെ കർത്താവെ, ഇറങ്ങിപ്പോയ വ്യക്തി മടങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പലയിടത്തും നിങ്ങൾ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുകയാണ്. അടുത്ത ദിവസം നിങ്ങൾക്കൊരു ഫോൺ കോൾ ലഭിക്കും. ആ വ്യക്തി മടങ്ങി വരുവാനായി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഒരു പ്രത്യേകമായ ഒരു സ്ഥലം കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നത്, അവിടെ ഒരു പഞ്ചായത്തിൻ്റെ മറ്റൊരു പ്രത്യേക ഏരിയകൾ, പല കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കങ്ങൾ മാത്രമേ ഉള്ളൂ, വൈരാഗ്യം, വഴക്കുകൾ, കലഹങ്ങളുള്ള ഒരു ഏരിയ. അങ്ങനെ ഒരു സ്ഥലത്ത് ദൈവത്തിൻ്റെ സമാധാനം വരിക. പല ആളുകൾ മധ്യസ്ഥന്മാർ നിന്നിട്ട് പരിഹരിക്കാൻ പറ്റാതിരിക്കുന്ന കാര്യം ദൈവിക സമാധാനത്താൽ നിങ്ങളത് പ്രാർത്ഥിക്കുകയാണ്. ദൈവിക സമാധാനത്താൽ നിങ്ങളുടെ ആ ദേശത്ത് ദൈവം അത്ഭുതം ചെയ്യാൻ പോകുക. ആളുകൾ തമ്മിൽ, അവർ തമ്മിലുള്ള സഹവർത്തിത്വം, അവർ തമ്മിലുള്ള സഹകരണം, അവർ തമ്മിലുള്ള സ്നേഹം, സമാധാനത്തിൻ്റെ അന്തരീക്ഷം അത് വർദ്ധിക്കാനായി പോവുകയാണ്. കർത്താവേ, ഇപ്പോൾ ആ ഏരിയയിൽ തന്നെ ദൈവത്തിൻ്റെ സമാധാനം വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ കർത്താവെ. ഏത് രോഗമാണെങ്കിലും നിങ്ങളുടെ പേര് വിളിച്ചിട്ടുണ്ടാകാം, രോഗവിവരം പറഞ്ഞിട്ടുണ്ടാകാം, പറഞ്ഞിട്ടുണ്ടാകാതിരിക്കാം, പക്ഷേ വിശ്വസിക്കുക, യേശുവിന് ഏത് രോഗത്തെ സൗഖ്യമാക്കാൻ സാധിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവെ. അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് മാവേലിക്കരയാണ്. മറ്റന്നാൾ അമരവിളയിലാണ് നടക്കുന്നത്. ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. നാളെ നമ്മുടെ ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്, കാണാൻ മറക്കരുത്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.